ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് തോരൻ റെഡിയാക്കാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പാലക്? പാലക്കും ഒരു തരം ചീരയാണ്. പാലക്കിൻ്റെ വേര് കട്ട് ചെയ്ത് മാറ്റാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനിൽ വെള്ളം പോകാനായിട്ട് വെക്കാം. ഇത് നമുക്ക് ചീര അരിയുന്നത് പോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത പാലക്കാണിത്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് വേപ്പില, 3 പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടാം. ഉപ്പ് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാകുകയുള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ മറ്റു വീഡിയോസും കാണണേ. സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകും ഒരു തണ്ട് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാലക്കിൻ്റെ മിക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് വഴട്ടുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലവണ്ണം വെള്ളമുണ്ടാകും. വെള്ളം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിക്കാം. ഇത് പാലക്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. വെള്ളം നന്നായി വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചീരയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റി കറിയാണിത്. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ വെള്ളമുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യണേ. ചോറിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.